അപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ മസാല തട്ടിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വറക്കാനായിട്ട് നമ്മൾ മാറ്റിച്ചതിൽ കോൺഫ്ലവർ പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് ഇതില്. ഇനി നമ്മൾ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. ഒരു 5 മൂടി വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. വലിയ കഷ്ണം ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഉപ്പും എരിവൊക്കെ പിടിക്കാത്തൊരു പാടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില്ലിക്ക് വേണ്ട മസാലയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് മസാലയൊക്കെ ഞാൻ മുമ്പ് തന്നെ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടും ഫ്രിഡ്ജിക്ക് വെച്ചു. അപ്പം ഇനി പുളി കഴിഞ്ഞ് വന്നിട്ട് വേണം കേട്ടോ. ഇപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാവടി കഴിഞ്ഞിട്ടോ. മുതിരപ്പേരി ഇരുന്നു കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് നേരം TV ഒക്കെ കണ്ടു. ഞങ്ങൾ എന്നിട്ടാണ് കേട്ടോ പണിയൊക്കെ നോക്കുന്നത്. ഇതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ അരി കഴുകിയിട്ട് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുളിക്കുന്ന മുമ്പ് തന്നെ ചെയ്ത് വെച്ചാണ്. അപ്പം ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. പച്ചക്കറികളും പിന്നെ നെയ്യ്, ഡാൽഡ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ എൻ്റെ സഹായിയായിട്ട് ശ്രീകുട്ടിയാണ് കേട്ടോ എന്നെ സഹായിക്കണത്. അപ്പം ഞാൻ ശ്രീകുട്ടിയും കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചു. എന്നിട്ട് പിന്നെ പച്ചക്കറികളൊക്കെ അരിയാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് മൂക്കുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ അരിയും ചെയ്യാച്ചിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. കുറച്ച് എണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കണത്. ഷാലോ ഫ്രൈ ചെയ്യാനുള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് എണ്ണ വെച്ചിട്ട് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് ആ ഫുൾ ചിക്കനും വറുത്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ സിമ്മിലിട്ട് കൊടുത്താൽ മതി. പതുക്കെ തന്നെ മൂത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതാ ശ്രീകുട്ടി ഓൾറെഡി പച്ചക്കറിയൊക്കെ അരിയാൻ ഇരുന്നിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ പണിക്കൊക്കെ. വിളിച്ചാൽ വേഗം വരും കേട്ടോ, എന്ത് ചെയ്യാനാണെങ്കിലും. അപ്പോൾ അടുത്ത് മാൾട്ടി വന്നിട്ടുണ്ട്. മാൾട്ടിനെ ഞങ്ങൾ ഒന്നിക്കും തൊടിയിപ്പിക്കില്ല കേട്ടോ. വെറുതെ അവിടെ ഇരുത്തുള്ളൂ. ഒന്നും ചെയ്യാനായിട്ട് പറയില്ല. എന്താ വെച്ചാൽ ചെയ്താൽ ഒക്കപ്പാടെ കൊളാക്കി കയ്യിൽ തരും. ഞാനും കൂടെ അവിടെ ഇരുന്നിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മുറിച്ച് വെച്ചാൽ പിന്നെ ആ കഷ്ണം അരിയിലേക്ക് നമ്മൾ ഇടയ്ക്ക് ചാടി കളിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം അവിടെ റെഡി ആക്കി വെച്ചാൽ വേഗം ഉണ്ടാക്കൽ വേണ്ടുള്ളൂ. അപ്പം മാൾട്ടിയുടെ കോപ്രായങ്ങളാണ് കാണുന്നത്. എന്തൊക്കെയോ കാട്ടുണ്ട്. ഇതാണ് വിക്രസ്, കണ്ടില്ലേ മാൾട്ടിയുടെ. മാട്ടി ഒതുങ്ങിയിരിക്കുകയില്ലേ, എന്തിലേക്കാലും പിടിച്ചിട്ട് വലിച്ച് അവിടെ ഇട്ടുട്ടാ. അപ്പോൾ അതാ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ എന്താ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതിയിട്ട്, അത്ര മൂപ്പ് മതി. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പുറത്തടുപ്പിലുണ്ടാക്കാം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാം, പുറത്തടുപ്പിലുണ്ടാക്കാം. അപ്പോൾ അടുപ്പ് എത്തിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചു. ആദ്യം തന്നെ ചോറ് വേവിക്കാൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നില്ലേ, ചൂടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബിരിയാണി മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക,
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചപ്പോൾ ഞാൻ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 മൂടി വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ രീതിയിൽ വെക്കുന്നതാണ് കാണിച്ചു തന്നെ. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡാൽഡ, നെയ്യ്, പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. കുറേശ്ശെ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. ഇത് ചോറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലൊരു വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ആ ഡാൽഡ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഓയിലില്ലേ അത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം വേണം. അപ്പോഴാണ് നമ്മളങ്ങനെ ഒതുക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ വേറെ വേറെ ഭാഗത്തേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ചിക്കനിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഡാൽഡയും കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉള്ളി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ മസാല ഉണ്ടാക്കണ പോലെ തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയാണ്. പിന്നെ എല്ലാവരും ഈ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കുകയെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. ഇവിടെ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ മസാല നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നാരങ്ങ നീര്, 2 സ്പൂണ് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മസാല കടന്നിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായി തിളച്ചിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈസും കൂടെ ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ. എനിക്കറിയണ പോലെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് തന്നെ കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ചെയ്ത് പഠിച്ചത്. അല്ലാതെ ഒന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അതും ഇതേപോലെ തന്നെ ഏകദേശമൊക്കെ വെക്കുക. അപ്പോൾ അത് ചോറൊക്കെ ഇട്ടിട്ട് റൈസൊക്കെ ഇട്ടിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒക്കെ ഇട്ടിട്ട് നമ്മളത് ദം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൈസ് സെറ്റാക്കില്ലേ ഇങ്ങനെ ലെയറായിട്ട്. അപ്പോൾ ചിക്കൻ 1 ലെയർ തന്നെ ഇട്ടിട്ടുള്ളൂ, അടിയിൽ മാത്രം. ചോറ് മാത്രം 2 ലെയർ ഇട്ടു കേട്ടോ. അങ്ങനെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ദം ചെയ്യാൻ അധികം സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്ക് സമയം 12 മണിയൊക്കെ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ തന്നെ വിശക്കണം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒരു 1 മണി 12 ആയിരുന്നു കൊണ്ടുണ്ടാക്കുക കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെയാണ് വെച്ചുള്ളൂ. അപ്പോൾ അത് അമ്മായി വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ദമ്മാവട്ടെ. അപ്പോൾ അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയി നോക്കാം. അപ്പോൾ ശ്രീകുട്ടി മാട്ടിക്ക് ഇരുന്ന് TV കാണാണ്. ബിരിയാണി എപ്പോഴാവുക ചോദിച്ചിട്ടാണ് കേട്ടോ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മായിനോട് കുറച്ച് വർത്താനൊക്കെ പറയാം. അപ്പോഴേക്കും അത് ബിരിയാണി നമ്മുടെ നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ, ദമ്മാവട്ടെ. അപ്പോൾ ഞാൻ പോയപ്പോൾ താണ്ട മാട്ടി വരും, പിന്നാലെ ശ്രീകുട്ടീന് വരും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവർ പിന്നെ ഇന്നെ ഇരുത്തില്ല അവിടെ. എന്താ വെച്ചാൽ അവർ വന്നിട്ട് മടിയിൽ കയറിയിരിക്കലും ഓരോന്നൊക്കെ വർത്താനം പറയലൊക്കെ അവർ. സ്കൂളിലത്തെ സമയം അങ്ങനെയാണ് കേട്ടോ, പിന്നാലൊന്നും മാറില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, പിന്നെ സാലഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ്. പിന്നെ അമ്മായിക്ക് നമ്മൾ കൊടുത്തില്ല. അമ്മായിക്ക് അവിടെ ശബരിമലയ്ക്കുള്ള നോലുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മായിക്ക് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. അമ്മായി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളിതാ കഴിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ്. എല്ലാവർക്കും ബൈ.